ഈ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. രാവിലെ ദിവസം നമുക്കൊരു വാക്യം ധ്യാനിക്കാം. സങ്കീർത്തനമല്ല, ഏഷ്യാവ് 41:10 വാക്യം. ഏഷ്യാവ് 41:10 വാക്യം. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എത്ര നല്ല വാക്യം. ഭയപ്പെടേണ്ട. പല മനുഷ്യരാൽ നമുക്ക് പ്രയാസങ്ങളും ദുരിതങ്ങളും നിന്ദകളും പോരാട്ടങ്ങളും ആക്രമിക്കുന്ന ദുഷ്ടമനുഷ്യരാൽ നമുക്ക് ക്ലേശങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതിൽ കർത്താവ് പറയുന്നത്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എളിമയായി നമ്മൾ യേശുവിനെ വിളിക്കുന്നു, ആരാധിക്കുന്നു. അന്നേരം നമ്മൾക്ക് പല മനുഷ്യരാൽ പോരാട്ടങ്ങൾ ഉണ്ടായേക്കാം. ചില വ്യക്തി ജീവിതങ്ങളാൽ നമ്മുടെ ജീവിതത്തിൽ ക്ലേശങ്ങൾ വർഷങ്ങളോളം ചില എനിമീസ് ഉണ്ട്. ആ എനിമീസിനെ കണ്ട് ഭയന്നോടാ പോകാതെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ, യേശുപ്പച്ചൻ എന്നോട് കൂടെയുണ്ട്. അവർ വിളിക്കുന്ന ദൈവം യേശു അല്ല. അതുകൊണ്ട് അവർ പട്ടുപോകും. അവർ പട്ടുപോകുന്നതാണ്. അതാണ് പറയുന്നത്. നമ്മൾ ജീവനുള്ള യേശുപ്പച്ചനെ വിളിക്കുന്നു. നേരെ ഭയപ്പെടേണ്ട, കർത്താവ് നമ്മോട് കൂടെയുണ്ട്, നാം ഭയപ്പെടേണ്ട. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും, ഞാൻ നിന്നെ സഹായിക്കും. കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ സഹായിക്കും. ഇങ്ങനെയല്ലേ സഹായം വരും. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവ്, നമുക്ക് വേണ്ടി കരുതുന്ന ദൈവം, കരുതുന്ന കർത്താവ്, പിതാവ് യേശുപ്പച്ചൻ നമുക്ക് വേണ്ടി കരുതുന്നു. അതുകൊണ്ട് ഭയപ്പെടേണ്ട. കരുതുന്ന കർത്താവ് നമ്മുടെ എനിമീസിനെ മാറ്റാൻ റെഡ് സീ വന്നപ്പോൾ രണ്ടായി വിഭാഗിച്ച് അനേക ഫറവോൻ്റെ കൂട്ടങ്ങൾ ആ വെള്ളത്തിനടിയിൽ പോയി. റെഡ് സീ രണ്ടായി പിളർന്നു. ഇസ്രായേൽ മക്കളെ രക്ഷപ്പെടുത്തിയ ദൈവം ഇന്ന് ജീവനോടെ ഇരിക്കുന്നു. ആ യേശുപ്പച്ചൻ പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൊണ്ട്. കരയേണ്ട മകനെ, മകളെ, കരയേണ്ട, വിഷമിക്കേണ്ട, പ്രയാസപ്പെടേണ്ട, ദുഃഖിക്കേണ്ട. കർത്താവ് നിന്നോട് കൂടെയുണ്ടെന്ന് വാക്തത്വവചനം രാവിലെ നമ്മൾക്ക് നേരെ വരുന്നു. ഇതാണ് പറയുന്നത്. ഏഷ്യാവ് 41:10 വാക്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ഭയപ്പെടേണ്ടത് നമ്മൾ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. കർത്താവ് താങ്ങുന്നു. ഉപദ്രവ ഹേതുവായി നമ്മൾ ദുഃഖിച്ച് നടക്കേണ്ടി വരുന്നു. മറ്റുള്ളവരുടെ വേദനകൾ, മറ്റുള്ളവരെ നമ്മളെ വിഷമിപ്പിക്കുന്ന അവസ്ഥയിൽ കൂടി കടന്നു പോലത്തവർ, ഞാൻ നിന്നെ താങ്ങും. താങ്ങുന്ന ഒരു കർത്താവ്. ഈ രാവിലെ ദിവസം വാക്യം ധ്യാനിക്കുക. ഒന്നുകൂടെ വായിക്കാം. ഏഷ്യാവ് 41:10 വാക്യം. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ആമീൻ, ആമീൻ.